ഹലോ ഗൈസ്, ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷം. പക്ഷേ വീടിന് ഇനി കുറച്ചും കൂടി ഒക്കെ കൂട്ടിയെടുക്കാണ്ട്. അതിലിപ്പോൾ ഒരു വർക്ക് ഏരിയയും പിന്നെ ഒരു ബാത്റൂം എടുക്കാം. ഓൾറെഡി തറയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കട്ടനായിട്ട് ആൾക്കാർ വിടാം. അപ്പോൾ ഈ വിറകൊക്കെ വേഗം എടുത്ത് മാറ്റാം. പിന്നെ ഇതല്ലാണ്ട് ഒരു റൂമും പിന്നെ ഒരു വിസിറ്റിംഗ് റൂമും കൂടി എടുക്കാണ്ട്. അത് നമ്മൾ ഇപ്പോൾ എടുക്കണില്ലേ, പിന്നെ എടുക്കാം. പിന്നെ എപ്പോൾ നോക്കിയാലും എനിക്ക് തന്നെയാണ് ഈ നാളികേരം ചിറകിൽ കിട്ടുക. അങ്ങനെ നമ്മൾ പണിയെടുക്കുന്നതിന് മുമ്പ് എല്ലാവരും എന്നിട്ട് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് തുടങ്ങാൻ മതി. ചായക്ക് പിന്നെ ദോശയും ചട്നിയായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് തലയിൽ ഈ സാധനം കുട്ടി ഞാൻ ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു പണി നടക്കണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പം നിന്നിട്ടാണ് ചെയ്യുക. ചേച്ചി പിള്ളേർ പിന്നെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ. ഉച്ചയ്ക്ക് ബീഫാണ് ഇടുക. അങ്ങനെ ചുമര് പണി സ്റ്റാർട്ട് ആയിട്ടാണ്. ഞങ്ങൾക്ക് പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കട്ടകളൊക്കെ തിരിച്ചു കൊടുക്കുക, പിന്നെ ഓരോ ഭാഗങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക. അതാണ് ഞങ്ങളുടെ പണി. പിന്നെ സഹായത്തിന് ഒരു ചേട്ടനോട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു വാഴ വെട്ടായിരുന്നു. വാഴ വെട്ടിയപ്പോൾ അതിൻ്റെ ഇടയിൽ പൈപ്പും പൊട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛന് വേറൊരു ബുദ്ധി വെച്ചു. ഇവിടുത്തെ മണ്ണൊക്കെ എടുത്തിട്ട് ഇവിടെ കരിങ്കല്ല് വെച്ച് നമുക്ക് കെട്ടിയിട്ട് ഒരു ഉറപ്പാക്കാം. ആ പണി കുറച്ച് ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നാരങ്ങളൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തു. അങ്ങനെ ഉച്ചവരെയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഫുഡ് അടിയാണ്. വാഴ വെട്ടിയാൽ പിന്നെ ആവശ്യത്തിനേറെ വാഴലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് ചോറിട്ട്, പിന്നെ കുറച്ച് സർലാസും, പിന്നെ ബീഫൊക്കെ ഇട്ട് ഒരു പിടിപിടിച്ചു. സംഗതി ഉച്ചയിലത്തെ ഫുഡ് അടി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കുറച്ച് ക്ഷീണം വരും. അങ്ങനെ കുറച്ചേറെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഈ രീതിയിൽ എത്തിയിട്ടാണ്. പിന്നെ കട്ടപ്പണി അവർ 2 ഭാഗം തീർത്തുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അളിയൻ വരുമ്പോൾ മസാല കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓക്കേട്ടാ, ബൈ.